ഇത്രയും വലിയ സ്റ്റാറായ സുരേഷ് ഗോപിക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചാളയും മരിച്ചീനിയും ഒഴിച്ചുകൂട്ടാനും മാത്രം എങ്ങനെ നൽകും? തൃശ്ശൂരിലെ വോട്ടുകാരുടെ മനസ്സാണിപ്പോൾ ഏറെക്കുറെ ചർച്ചയാകുന്നത്. ഉച്ചയ്ക്ക് 1 മണിയായാൽ വീട്ടമ്മമാരുടെ മനസ്സിൽ ആദിയാണ്. കാരണം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഫീൽഡിലായ സുരേഷ് ഗോപി ഏത് വീട്ടിലും കയറാം. നല്ല നാടൻ ഊണ് കഴിക്കുകയാണ് ലക്ഷ്യം. കറി കുറവാണെന്ന് പറഞ്ഞാലൊന്നും സുരേഷ് ഗോപി പിന്മാറില്ല. ഉള്ളത് മതിയെന്നേ. എന്നാലും വീട്ടമ്മമാർക്ക് ഒരിതില്ലേ? ആ വലിയ നാടിന് നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ ചാളക്കറിയും ചോറും ഇഷ്ടപ്പെടുമോ ആവോ? സുരേഷ് ഗോപി ഉണ്ടോ വിടുന്നു. ചോറിണ്ടിട്ടേ അടങ്ങൂ. അവസാനം ഉണ്ട ചോറിന് നന്ദി കാട്ടി അഭിനന്ദനവും പറഞ്ഞേ പോകും. അതോടെ ആ വീട്ടമ്മയും താരമാവുകയാണ്. സുരേഷ് ഗോപിക്ക് ചോറ് കൊടുത്ത ചേച്ചിയ അറിയില്ല എന്നാണ് നാട്ടിൽ പരിചയപ്പെടുത്തുന്നത്. വൈകിയെത്തിയ സ്ഥാനാർത്ഥിയാണെങ്കിലും പ്രചരണത്തിൽ മികച്ച സാന്നിധ്യമാണ് തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നടത്തുന്നത്. വോട്ട് പിടിക്കാൻ താരം കണ്ടെത്തിയ മാർഗങ്ങളും സജീവ ചർച്ചയാവുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വോട്ടിനൊപ്പം ചോറും കൂടി ചോദിച്ചാണ് താരം സുരേഷ് ഗോപി കളം നിറയുന്നത്. ഏതായാലും സുരേഷ് ഗോപിയുടെ ചോറുണ്ടൽ സൂപ്പർ ഹിറ്റായി. അതിനിടെ മോഹൻലാൽ പറഞ്ഞിട്ടാണ് ചോറ് ചോദിക്കുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. അതായത് പ്രചരണത്തിന്റെ ഈ തന്ത്രം വർഷങ്ങൾക്ക് മുൻപ് മോഹൻലാൽ അവതരിപ്പിച്ചതാണ്. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായി നിറയുന്നത്. അവർ ഈ സീൻ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. 1987 തന്നെ ലാലേട്ടൻ ഈ സീനൊക്കെ വിട്ടതാണ് സുരേഷ് ഏട്ട എന്നാണ് ട്രോളന്മാർ പറയുന്നത്. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഭൂമിയിലെ രാജാക്കന്മാർ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ മഹേന്ദ്രവർമ്മ എന്ന കഥാപാത്രം വോട്ട് തേടി നടക്കുന്ന സീനുണ്ട്. ഇതിന് സമാനമാണ് തൃശൂർ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വോട്ട് ചോദിക്കൽ. വോട്ടറായ ഒരു ചേട്ടത്തിയുടെ വീട്ടിൽ കയറി ചെന്ന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറി കപ്പയും മീനും കഴിക്കുന്ന മോഹൻലാൽ വോട്ട് നേടാൻ രാഷ്ട്രീയ കളി നടത്തുന്ന സൂത്രപ്പണികളാണ് തിരശ്ശീലയിൽ കാണുന്നത്. ഇത് തന്നെയാണ് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പുനരാവിഷ്കരിക്കുന്നതെന്നാണ് ട്രോളന്മാർ പറയുന്നത്. ഈ ചിത്രത്തിൽ ഒരു കഥാപാത്രമായി സുരേഷ് ഗോപിയും എത്തുന്നുണ്ട്. എന്നാൽ താനിത് ആദ്യമായല്ല ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. എൻ്റെ സിനിമാക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഞാനിത് 20-25 വർഷങ്ങളായി ചെയ്യുന്നതാണ്. ഷൂട്ടിംഗ് കഴിയുമ്പോൾ കൃത്യമായി കാറില്ലെങ്കിൽ അപ്പോൾ ഓട്ടോ പിടിച്ച് കയറിപ്പോകും. സമയത്ത് ഭക്ഷണം തന്നില്ലെങ്കിൽ സമീപത്തുള്ള ഏതെങ്കിലും വീട്ടിൽ കയറി ചോറ് ചോദിച്ച് വാങ്ങിക്കഴിക്കും. എനിക്ക് ഇതിലെ ഒരു നാണവുമില്ല. അതുതന്നെയാണ് ഇപ്പോഴും ചെയ്തുള്ളൂ എന്നാണ് സുരേഷ് ഗോപി തന്റെ നയം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.